പിന്നെ പുതുമണി പറയുന്നുണ്ട്. പിന്നെ ചേച്ചി ഫുഡ് കഴിച്ച ചേച്ചി? കണ്ണൻ അടിപൊളി പറയുന്നുണ്ട് കേട്ടാ. അപ്പൊ എല്ലാവരോടും താങ്ക്സ് പറഞ്ഞോളൂ. അപ്പൊ ഹസീർ പ്രോട്ടീൻ ചെയ്തതോ ഡി എന്താണ് ഹസീർ പ്രോട്ടീൻ ചെയ്തോ ഡീന്ന എന്താ പറയുന്നത് എനിക്ക് തന്നെ അറിയുന്നില്ല. ഞാനും പഠിച്ചു ട്യൂൺ ഇപ്പോ. അതെ അതെ, എനിക്ക് ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ. വിപിൻ എന്താ ഫസ്റ്റ് ലൈൻ? ശ്യാമവൃന്ദാരണ്യം രാസകേളീനാദം നികുഞ്ചങ്ക കോയിൽ പാട്ടി ആടും നേരം എന്നോടേറെ ഇഷ്ടമെന്നാൽ കൃഷ്ണവേണുപാടി. അയ്യോ, എനിക്കത് ലിറിക്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ഞാനും പാടിയിട്ടുണ്ടാവും. എനിക്കത് ഇഷ്ടപ്പെട്ട പാട്ടാണ്. ഞാനത് കുറെ വർഷം കരയൊക്കെ വെച്ചിട്ട് പാടിയിട്ടുണ്ട് ഈ പാട്ട്. എനിക്കറിയാം, എനിക്കിഷ്ടമായി ടോട്ടല്. അതെ, സൂപ്പർ ആയിട്ടുണ്ട് അത്. ഒരു എത്ര കേട്ടാലും മതി വരൂല. അതൊക്കെ അടിപൊളി പാട്ടാ അത്. ഞാൻ ഈ പാട്ട് പാടിയിട്ട് ചേച്ചി കരയൊക്കെ വെച്ചിട്ട് കുറെ ട്രൈ ചെയ്തിട്ടുണ്ട് ഈ പാട്ട്. പറഞ്ഞവരെ എന്താണ് ഇത് ചെയ്തിട്ടുണ്ടോ? ഹെയർ പ്രോട്ടീൻ ചെയ്തോ? നോ, എന്റെ ഹെയർ ഇങ്ങനെ തന്നെയാ. അയ്യോ, എന്റെ ഹെയറേ എപ്പോഴും നല്ല സിൽക്കി ആയിട്ടുള്ള ഹെയർ ആണ്. എന്നോ ഷാമ്പൂ ഇട്ട് കഴിയുന്നത്. ഇത് കഴുകിയിട്ട് തന്നെ 2-3 ദിവസമായി. എത്ര ദിവസമായി? ഒരു 4-5 ദിവസമായിട്ടുണ്ടാവും. ചേച്ചി എന്റെ ഹെയർ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയാണ് ചേച്ചി. നമ്മള് എനിക്ക് ഷാമ്പൂ ഇട്ട് കുറച്ച് 2-3 ദിവസത്തിൽ ഇങ്ങനെ നല്ലതായിട്ട് നിൽക്കും. ശരിക്കും ഹെയർ ആണ്. നോ പ്രോട്ടീൻ കൂട്ടി ഒന്നുമേ ചെയ്തിട്ടില്ല, വെറും ഷാമ്പൂ. സാധാ ഷാമ്പൂ ഇട്ടിട്ട് കഴുകിയത. അപ്പൊ അടിപൊളിയായിട്ട് വിപിൻ പറഞ്ഞിരിക്കാൻ പറ്റൂല. സൂപ്പർ സോങ്സ്. നിങ്ങൾ വന്ന ശേഷം എല്ലാരും പോയി എന്ന് പറയണ്ട, പോയവരൊക്കെ വന്നു. സുന്ദര പറയുന്നുണ്ട് കണ്ടോ. സുന്ദര എന്നും കൂടി ഇനി പറയാം, അതും കൂടി പറഞ്ഞു കഴിഞ്ഞു. സുന്ദര കൂടി പറയേണ്ട കാര്യം ബാക്കിയുള്ളൂ. അതും കൂടി ചേച്ചിയുടെ ഭാഗം എത്തി. പുതിയ ആളുകളൊക്കെ വന്ന് എത്തിയിട്ടുണ്ട്. ഫ്രാൻസിസ്കോ അബ്രോസ് ഹായ്. പക്ഷെ അവര് ഇത് ലൈക്ക് ഇട്ടില്ലേ എന്തോന്ന് അറിയില്ല. 21 ലൈക്കിൽ തന്നെ നിൽക്കുന്നത്. ചേച്ചി ലൈക്ക് ഇട്ടോ? പക്ഷെ അത് കഴിഞ്ഞിട്ട് വരും കേട്ടോ, ലൈക്ക് കഴിഞ്ഞിട്ട് വരും ചേച്ചി. അപ്പൊ ഇവരെ കൂട്ടാക്കണേ. CV ബ്രദേഴ്സ് ബിബിനെ കൂട്ടാക്കി കമന്റോളൂ. നിങ്ങളുടെ ചാനലിൽ ഇതുപോലെ വന്ന് പാടുന്നതായിരിക്കും. അവിടെ പോയാൽ അത് അടിപൊളിയുണ്ട്, കുറെ കേട്ട് കിട്ടും. ചേച്ചിയുടെ ലൈവിലൊക്കെ എന്നും വരുന്നതാണ്. ചേച്ചി 12 മണിക്ക് 11:30 ഇടുന്നതാണ് രാത്രിയില്. ഷുഗർ ആഡ് എന്ന് പറയുന്നുണ്ട്. അയ്യോ, ചേച്ചി ആള് ഭയങ്കര ഡാൻസ് കാരുടെ. ചേച്ചിയുടെ ഡാൻസ് ഒക്കെ കാണട്ടോ. അല്ല, എത്ര ഇതായാലും അതിൽ ആ ഒരു ഇത് കാണിക്കും. എന്താ സ്മാർട്ട്നെസ് അതിലുണ്ട്. എന്നെക്കാളും വലിയ ചേച്ചിയാണ്. പക്ഷെ എന്നാലും ആ ഡാൻസ് കളിക്കുമ്പോൾ ചേച്ചിയുടെ അടുത്ത് കൂടി ഞാൻ വരില്ല. അത്രയ്ക്ക് സൂപ്പറാണ് ചേച്ചിയുടെ ഡാൻസ്. അല്ലേ ചേച്ചി? ഇന്ന് കിടന്നു മോളെ. ഇന്നപ്പോ ലൈവ് ഇടുന്നില്ല, രാത്രി ലൈവ് ഇല്ല ചേച്ചി, നൈറ്റ് ലൈവ്. ഓക്കെ, എന്തായാലും നിങ്ങൾ ഇത് ചെയ്യുമ്പോ നോട്ടിഫിക്കേഷൻ വരുമല്ലോ അവർക്ക്. അപ്പൊ വന്നോളൂ. കൂട്ടാക്കി കമന്റ് ഇടണേ മറക്കരുത്, അപ്പോൾ അവര് തിരിച്ചു വരുള്ളൂ. പിന്നെ വേറെ എന്താണ്? എനിക്ക് ടൈം ആവാനായി 2 മിനിറ്റ്സ് കൂടിയേ ഉള്ളൂ. വേറെ എനിക്ക് പാട്ട് പാടി നമുക്ക് വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം. ഞാൻ പറയുന്നത് സ്റ്റോപ്പ് ചെയ്തോളൂ കേട്ടോ. ഒത്തിരി സന്തോഷമായി, എന്നെ പൊക്കി അടിച്ചോ. ഓ, ഉള്ളത് പറയാൻ പാടില്ല ചേച്ചി. ഓ, ഈ ചേച്ചിയുടെ ഒരു കാര്യം. ചേച്ചിനെ പറ്റി ഞാൻ ഉള്ളതേ പറയുള്ളൂ. എന്തിനാ നമ്മൾ നുണ പറയുന്നത്? ഉള്ളത് തന്നെയല്ലേ പറയുന്നത്. ഓ, അത് അവര് പോയി കാണുമ്പോൾ മനസ്സിലായിക്കോളും. ബിബിൻ പോയിട്ടെ ചേച്ചിയുടെ ഇത് കാണുമല്ലോ, അപ്പൊ അറിഞ്ഞോളൂ ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണോ ഇല്ലേന്ന്. അല്ല, ഞാൻ പ്രൊഫൈലിൽ കണ്ടോളാം. അതന്നെ, എന്തായാലും പോയിട്ട് താഴെ പോയി നോക്കി അറിയാലോ. പിന്നെ സമയമായിക്കോട്ടെ. ലവ് യു ബിന്ദുടാ. ഓ, താങ്ക് യു, ലവ് യു ചിത്ര ചേച്ചി. ഒരു പാട്ട് കൂടി പാടിയിട്ട് കറക്റ്റ് ടൈം ആവും, നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ സമയമായി. ഒരു ഭക്തിഗാനം പാടട്ടെ? ശരി ശരി. അയ്യോ പറയുന്നു. ഈ ചേച്ചിയുടെ ഒരു കാര്യായി. എന്തായാലും കൂട്ടാക്കിക്കോളൂ. നല്ല അവസാനമായിട്ട് ഒരു ഭക്തിഗാനം